ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സെൽസ് ആൻഡ് ബാറ്ററീസിലെ നാലാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൈമറി സെൽസിൻ്റെ രണ്ടാം ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ വോൾട്ടേജ് സെല്ലിനെ പറ്റി വളരെ വിശദമായിട്ട് പഠിച്ചു. ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഒബ്ജക്റ്റീവ്സ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു. ഒന്നാമത്തത് എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ലിൻ്റെ വർക്കിങ്ങും അതിൻ്റെ കൺസ്ട്രക്ഷനും. രണ്ടാമത് എക്സ്പ്ലെയിൻ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ലെഗ്രാഞ്ച് സെല്ല്. ഒന്നാമത്തത് ഡാനിയൽ സെല്ല്, രണ്ടാമത്തത് ലെഗ്രാഞ്ച് സെല്ലിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും. മൂന്നാമതായിട്ട് എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഡ്രൈ സെല്ല്, കാർബൺ സിങ്ക് സെല്ല്. നമ്മുടെ വീട്ടിലൊക്കെ ടോർച്ചിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഉപയോഗിക്കുന്നതൊക്കെ ഡ്രൈ സെല്ലാണ്. അപ്പോൾ ആ ഡ്രൈ സെല്ലിനെ കുറിച്ച് അതിൻ്റെ വർക്കിംഗ് കൺസ്ട്രക്ഷനൊക്കെയാണ് ഈ മൂന്ന് സെല്ലിനെ കുറിച്ചാണെന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദിസ് സെല്ല്, ഈ സെല്ലുകളുടെ ഡിസ്അഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് വർക്കിംഗ് ഓഫ് വോൾട്ടേജ് സെല്ലിനാണ്. അതിൽ നമ്മൾ വളരെ വിശദമായി പഠിച്ചു. സിങ്കും H2SO4 കൂടി സിങ്ക് SO4ഉം H2 ഹൈഡ്രജൻ ഗ്യാസ്. ആ ഹൈഡ്രജൻ ഗ്യാസ് കോപ്പറിൻ്റെ ചുറ്റും അടിഞ്ഞുകൂടി ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്യും. നമ്മൾ പോളറൈസേഷൻ എന്നാണ് പറഞ്ഞത്. രണ്ട് കാര്യങ്ങൾ, അതിൻ്റെ ഡിഫക്റ്റ് രണ്ടെണ്ണമാണ് പറഞ്ഞത്. ഒന്ന് പോളറൈസേഷനും രണ്ടാമത്തത് ലോക്കൽ ആക്ഷനും. ലോക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിങ്ക് അല്ല നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. അതിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. ഇമ്പ്യൂരിറ്റീസിനിടയിൽ ഒരു ലോക്കൽ കറണ്ട് ഒഴുകും. അതിനാണ് ലോക്കൽ ആക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഈ രണ്ട് ഡിഫക്റ്റുകളും ഒഴിവാക്കിയിട്ടുള്ള ഒരു സെല്ലാണ് ഡാനിയൽ സെല്ല്. ഇറ്റ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് സിമ്പിൾ വോൾട്ടേജ് സെല്ല്. ഇതെന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സിമ്പിൾ വോൾട്ടേജ് സെല്ലിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഈ ഡാനിയൽ സെല്ല് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ സിമിലർ കെമിക്കൽ ആക്ഷനൊക്കെ ഇതിൽ സെയിം ആണ്. കെമിക്കൽ ആക്ഷനൊന്നും മാറ്റമില്ല. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇറ്റ് വാസ് ദ ഫസ്റ്റ് സെൽ ഇൻ വിച്ച് ദ പോളറൈസർ വാസ് യൂസ്ഡ് ടു അവോയ്ഡ് പോളറൈസേഷൻ. പോളറൈസേഷൻ ഇല്ലാതാക്കാനും വേണ്ടി ഡീപോളറൈസർ ഉപയോഗിച്ച ആദ്യത്തെ സെല്ലാണ് ഡാനിയൽ സെല്ല്. അതുപോലെ തന്നെ ആൻഡ് അമാൽഗമേറ്റഡ് സിങ്ക് റോഡ് ഫോർ പ്രിവെൻറ്റിംഗ് ലോക്കൽ ആക്ഷൻ. ലോക്കൽ ആക്ഷൻ ഇല്ലാതാക്കാനും വേണ്ടി അമാൽഗമേറ്റഡ് സിങ്ക് റോഡ് ഉപയോഗിച്ച ആദ്യത്തെ സെല്ലും കൂടിയാണത് ഡാനിയൽ സെല്ല്. അപ്പോൾ ഡീപോളറൈസറും ലോക്കൽ ആക്ഷൻ ഒഴിവാക്കാനും വേണ്ടി അമാൽഗമേറ്റഡ് സിങ്കും ഉപയോഗിച്ച ആദ്യത്തെ സെല്ലാണ് ഡാനിയൽ സെല്ല്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. കൺസ്ട്രക്ഷൻ ഇവിടെ എന്താണ്? ഔട്ടർ സെല്ല്, ഔട്ടർ ഒരു കോപ്പർ വെസൽ. ഇതൊരു രണ്ട് വെസലുണ്ട് ഇതിൽ, ഒന്ന് ഉള്ളിൽ ഒന്ന് പുറത്തും. ഈ ഔട്ടറിലുള്ള വെസലാണ് ഉണ്ടാക്കിയത്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. കോപ്പർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് കോപ്പർ വെസലാണ്. അതാണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇതിൽ എന്താണ്? ഔട്ടർ കോപ്പർ വെസൽ. ഈ ഔട്ടറിൽ കാണുന്ന കോപ്പറിൻ്റെ വെസലാണ് പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ വെസലിൽ കോൺസെൻട്രിക് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്, ഇവിടെ CuSO4 കോപ്പർ സൾഫേറ്റ് ആണ് ഇതിൽ ഉള്ളത്. ഇതിൽ ഈ കോപ്പർ സൾഫേറ്റ് ഡീപോളറൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഡീപോളറൈസ് ആയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചത് കോപ്പർ സൾഫേറ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് എന്താണ്? ഈ കോപ്പർ വെസലാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഡീപോളറൈസ് ആയിട്ട് കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ക്രിസ്റ്റൽ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. ഇതെന്താണ്? ഈ കോപ്പർ സൾഫേറ്റ് സാച്ചുറേഷൻ ഇതിൽ എന്താണ്? ഇതിൻ്റെ കെമിക്കൽ ആക്ഷൻ നടക്കുമ്പോൾ ഇതിൽ കോപ്പറിൻ്റെ കുറവ് വരും. അതില്ലാതാക്കാനും വേണ്ടി എന്താണ്? ക്രിസ്റ്റൽ കോപ്പർ സൾഫേറ്റ് ഇവിടെ ഉണ്ട്. ഇനി ഉള്ളിൽ ഇൻസൈഡ് ദിസ് വെസൽ, ഈ വെസലിൻ്റെ ഉള്ളിലൊരു എന്തുണ്ട്? ഒരു പോറസ് സ്പോട്ട്. ഈ പോറസ് സ്പോട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ നോക്കുക, പോറസ് സ്പോട്ടാണ് ഈ ഉള്ളിലുള്ളത്. ഈ ഉള്ളിലുള്ള ഈ വെസലിന് പറഞ്ഞ പേര് പോറസ് സ്പോട്ട് എന്നാണ്. ഈ പോറസ് സ്പോട്ടിൻ്റെ പ്രത്യേകത ഈ അയോൺസിനെ ഇത് കടത്തിവിടും. ഈ പോറസ് സ്പോട്ട് അയോൺസിനെ കടത്തിവിടും. എന്നാലോ ഇത് രണ്ട് സൊല്യൂഷനും തമ്മിൽ മിക്സ് ആവുകയും ഇല്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒന്നാമത്തെ വെസലിലുള്ള ഈ രണ്ടാമത്തെ വെസലിലുള്ള സൊല്യൂഷൻ തമ്മിൽ മിക്സ് ആവില്ല. എന്നാലോ അയോൺസിനെ കടത്തി വിട്ടിട്ട് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. അയോൺസിനെ മാത്രമേ കടത്തി വിടുള്ളൂ. എന്നാലും അതൊരു സെപ്പറേഷൻ, ഈ രണ്ട് സൊല്യൂഷൻ്റെ ഇടയിലും എന്തുണ്ട്? ഒരു സെപ്പറേഷനായിട്ട്
ഇത് ആക്ട് ചെയ്യും. ഇത് രണ്ടും കൂടി മിക്സ് ആവാതിരിക്കാനും വേണ്ടി ഒരു പ്രിവെൻഷൻ, ഒരു തട ആയിട്ട് ഇത് ആക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് പോറസ് സ്പോട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് അയോൺസിനെ കടത്തിവിടും, എന്നാലോ രണ്ട് സൊല്യൂഷനുമായിട്ട് മിക്സ് ആവുകയുമില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ പോറസ് സ്പോട്ട്, ആ പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിൽ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണുള്ളത്. പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിൽ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. എന്താണ് സിങ്ക്, അമാൽഗമേറ്റഡ് സിങ്ക് റോഡ്, നെഗറ്റീവ് പ്ലേറ്റും ഇതിനുള്ളിലാണ് ഉള്ളത്. അപ്പോൾ നെഗറ്റീവ്, ഇതിന് പോറസ് സ്പോട്ടിന് ഉള്ളത് നെഗറ്റീവ് പ്ലേറ്റ് ആയ സിങ്ക്, അതുപോലെ തന്നെ ഡയല്യൂട്ട് H2SO4. H2SO4 എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിലുള്ളത് സിങ്കും നെഗറ്റീവ് റോഡായ സിങ്ക്, അമാൽഗമേറ്റഡ് സിങ്ക്, അതുപോലെ തന്നെ അതിനുള്ളിൽ എന്തുണ്ട്, ഡയല്യൂട്ട് H2SO4 സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. ഡയല്യൂട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്ത ഡയല്യൂട്ട്, നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡാണ് ഇതിനുള്ളിലുള്ളത്. പിന്നെ പുറത്താണെങ്കിൽ നമ്മൾ പറഞ്ഞു, പുറത്ത് ആനോഡായിട്ട് ഈ കോപ്പർ വെസലാണ് ആക്ട് ചെയ്യണത്. പിന്നെ എന്താണ്, കോപ്പർ സൾഫേറ്റ് ആണ് ഇതിൽ ഡീപോളറൈസ് ആയിട്ട് ഉപയോഗിച്ചത്. ഇനി അതിൻ്റെ വർക്കിംഗ് ദ ടെർമിനൽ ഓഫ് ദ സെൽ ജോയിൻ ടു ഫോം എ ക്ലോസ്ഡ് സർക്യൂട്ടായിട്ട് നമ്മളിവിടെ ഈ രണ്ട് എന്താണ് പോസിറ്റീവ് നെഗറ്റീവും തമ്മിലൊരു റെസിസ്റ്റൻസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബൾബ് കൊടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ സിങ്ക് ഇലക്ട്രോൺ ഇൻ ദ പോറസ് സ്പോട്ട് ബിഗിൻസ് ടു ഡിസോൾവ് ദ ഡയല്യൂട്ട് H2SO4 ആൻഡ് ഫോമിങ് സിങ്ക് സൾഫേറ്റ് ആൻഡ് ഹൈഡ്രജൻ അയൺ. ഇവിടെ ഉള്ള ഈ സിങ്കും ഇതിലുള്ള H2SO4 ആയിട്ട് പ്രവർത്തിച്ചിട്ട് സിങ്ക് സൾഫേറ്റും പിന്നെ എന്താണ് ഹൈഡ്രജൻ അയോൺസും ഉണ്ടാവും. ഈ ഹൈഡ്രജൻ അയോൺസ് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു പോറസ് സ്പോട്ടിൻ്റെ പുറത്തേക്ക് അല്ലേ, ഈ ഹൈഡ്രജൻ അയോൺസ് പാസ് ത്രൂ ദി പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, H2SO4 ആയിട്ട് ഇതിലുള്ള കോപ്പർ സൾഫേറ്റുമായിട്ട്, ഇവിടെ ഉള്ളത് കോപ്പർ സൾഫേറ്റാണ്, ആ കോപ്പർ സൾഫേറ്റിൽ എത്തിയിട്ട് എന്ത് ചെയ്യും, അത് പിന്നെ പ്രവർത്തിച്ചിട്ട് ഇതിലുള്ള ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോന്നിട്ട് ഹൈഡ്രജൻ അയോൺ കോപ്പർ സൾഫേറ്റിൽ എത്തിക്കിട്ട് അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് H2SO4ഉം കോപ്പർ അയോൺസുമായിട്ട് മാറും. ഹൈഡ്രജൻ പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്, H2SO4 ആണ്. ഈ പിന്നെ ആ H2SO4ഉം എന്താ ചെയ്യും, പോറസ് സ്പോട്ടിൻ്റെ പുറത്തെത്തിയിട്ട് കോപ്പർ സൾഫേറ്റ്, ഇതിന് ഇവിടെ ഉള്ളത് കോപ്പർ സൾഫേറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് അല്ലേ, കോപ്പർ സൾഫേറ്റുമായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, H2SO4ഉം പിന്നെ കോപ്പറിൻ്റെ അയോണായിട്ട് മാറും. ആ കോപ്പറിൻ്റെ അയോൺ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ഓവർ ദ വെസൽ, ഈ വെസലിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നോക്കുക അതിൻ്റെ പ്രവർത്തനം, ഈ സിങ്ക് ഇലക്ട്രോഡും ഇതിലുള്ള H2SO4 ആയിട്ട് പ്രവർത്തിച്ചിട്ട് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജൻ അയോൺസും ഉണ്ടാവും. ഈ ഹൈഡ്രജൻ അയോൺസ് ഈ പോറസ് സ്പോട്ടിനുള്ളിലൂടെ ഇപ്പുറത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു അയോൺസ് ഇതിനുള്ളിലൂടെ കടത്തിവിടും. അയോൺസിൻ്റെ പുറത്തൂടെ വന്നിട്ട് ഇതിലുള്ള കോപ്പർ സൾഫേറ്റുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇവിടെ H2SO4 ആയിട്ട് മാറും. പിന്നെ എന്ത്, കോപ്പർ അയോൺസും, കോപ്പർ സൾഫേറ്റിൽ H2SO4ഉം പിന്നെ ഈ കോപ്പർ ഉണ്ടാവും. ആ കോപ്പർ എന്ത് ചെയ്യും, ഇതിൽ ഇവിടെ നിന്നുള്ള വെസലിൽ വന്ന് അടിയും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇവിടെ ഒന്നുകൂടി പറയുകയാണ്, സിങ്കും H2SO4 ആയിട്ട് പ്രവർത്തിച്ച് സിങ്ക് സൾഫേറ്റും പിന്നെ ഹൈഡ്രജൻ അയോൺസുമായിട്ട് മാറും. എന്നിട്ട് എന്ത് ചെയ്യും, ഔട്ട്സൈഡ് പോറസ് സ്പോട്ടിൻ്റെ ഔട്ട്സൈഡിൽ ഈ ഈ ഹൈഡ്രജൻ അയോണും കോപ്പർ സൾഫേറ്റുമായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പിന്നെ H2SO4ഉം കോപ്പറിൻ്റെ അയൺ, ആ കോപ്പറിൻ്റെ അയൺ വെസലിൽ വന്നടിയും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇനി എന്താണ്, ഇങ്ങനെ പിന്നെ ഈ ഉണ്ടാവുന്ന H2 അല്ലേ, ഈ ഹൈഡ്രജൻ ഗ്യാസ് ഇനി നമുക്ക് പോളറൈസേഷന് കാരണം, അത് മാറിയിട്ട് എന്താവും, ഇവിടെ H2SO4 ആക്കി മാറ്റും. നമ്മൾ ഇതിൽ വാട്ടർ ആക്കിയിട്ടല്ല മാറ്റുന്നത്, അടുത്ത ഇതിലൊക്കെ വാട്ടർ ആക്കിയിട്ടാണ് മാറ്റുന്നത്, ഇവിടെ H2SO4 ആക്കിയിട്ടാണ് മാറ്റുന്നത്. ഇതിൻ്റെ ഈ MFൻ്റെ സെല്ലിൻ്റെ വോൾട്ടേജ് 1.12 വോൾട്ടാണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് 2 മുതൽ 6 ഓം വരെ വാരി ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. 2 മുതൽ 6 ഓം വരെയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ സെല്ലിൻ്റെ EMF 1.12 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഡാനിയൽ സെല്ല് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ പിന്നെ ആനോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പറാണ്, കോപ്പർ വെസൽ കോപ്പറാണ്. പിന്നെ കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് പ്ലേറ്റ് സിങ്കാണ്. അതിലുള്ള ഇലക്ട്രോളൈറ്റ് H2SO4 ആണ്. പിന്നെ ഡീപോളറൈസറായിട്ട് കോപ്പർ സൾഫേറ്റാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് ചീപ്പ്, വളരെ വില കുറവാണ്, ആൻഡ് ഗീവ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടും. പിന്നെ യൂസ് ഇൻ ലബോറട്ടറീസ് ഫോർ എക്സ്പെരിമെൻറ്റും വേണ്ടി ലബോറട്ടറിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തത് ലെക്ലാഞ്ച് സെല്ല്.
എന്ന് പറഞ്ഞത് എന്താണ്, ഇതുവരെ നമ്മൾ പറഞ്ഞ രണ്ട് സെല്ലുകളും സിങ്കും കോപ്പറും ആയിരുന്നു. അതിന് പകരം കാർബൺ സിങ്ക് സെല്ലാണ് ലക്ലാൻ സെല്ല്. ആദ്യത്തെ സിങ്കും കാർബൺ ഉപയോഗിച്ചുള്ള ആദ്യത്തെ സെല്ലാണ് ലക്ലാൻ സെല്ല്. ആ ലക്ലാൻ സെല്ലിലെ കൺസ്ട്രക്ഷൻ ഇവിടെ ഉണ്ട്. ഇതിൽ കൺസിസ്റ്റ്സ് ഓഫ് എ ഗ്ലാസ് ജാർ. ഇതിന് പുറമെ ഒരു ഗ്ലാസ് ജാർ ഉണ്ട്. ആ ജാർ എന്താണ്, കണ്ടെയ്ൻ സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് NH4Cl. ഇതിൽ അമോണിയം ക്ലോറൈഡ്, ഈ പുറമെയുള്ള വെസലിൽ അമോണിയം ക്ലോറൈഡ്, അതാണ് ഇലക്ട്രോലൈറ്റ് ഇതിൽ അമോണിയം ക്ലോറൈഡാണ് NH4Cl. പിന്നെ എന്താണ്, ഇതിൽ അമാൽഗമേറ്റഡ് സിങ്ക്, നെഗറ്റീവ് പ്ലേറ്റ് അമാൽഗമേറ്റഡ് സിങ്ക് ആണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രോലൈറ്റ് NH4Cl ആണ് എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ്, ഇതിൻ്റെ നെഗറ്റീവ് പ്ലേറ്റ് അതുള്ള പോലെ തന്നെ സിങ്ക് ആണ്. എന്നാൽ പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു കാർബൺ റോഡാണ് ഇതിൽ പോസിറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടിലും നമ്മൾ എന്താണ്, കോപ്പർ ആയിരുന്നു ഇലക്ട്രോഡ്. ഇനിയുള്ളത് കാർബൺ ആണ് ഇതിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് കാർബൺ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, നമുക്ക് ഡീപോളറൈസറായിട്ട് നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് ഡീപോളറൈസറായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡ് ആണ്. ആ മാംഗനീസ് ഡയോക്സൈഡ് ആദ്യമായിട്ട് ഉപയോഗിച്ച സെല്ലാണ് ലക്ലാൻ സെല്ല്. അപ്പോൾ MnO2 മാംഗനീസ് ഡയോക്സൈഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. മാംഗനീസ് ഡയോക്സൈഡ് ഡീപോളറൈസർ മാംഗനീസ് ഡയോക്സൈഡ്. അതുപോലെ തന്നെ ഈ മാംഗനീസ് ഡയോക്സൈഡിൻ്റെ കൂടെ കുറച്ച് പൗഡേർഡ് കാർബൺ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിൽ കുറച്ച് പൗഡേർഡ് കാർബൺ പാർട്ടിക്കിൾസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പർപ്പസ് എന്താണ്, സെർവ് ആസ് എ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യാനും വേണ്ടി ഒരു കാർബൺ പാർട്ടിക്കിൾസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ വെസലാണ് ഇതിലുള്ളത്. അതിൽ എന്തുണ്ട്, ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് അമോണിയം ക്ലോറൈഡ് NH4Cl, പിന്നെ നെഗറ്റീവ് പ്ലേറ്റ് സിങ്ക് തന്നെയാണ്. ഇവിടെ ഇനി പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് പ്ലേറ്റ് അത് കാർബൺ ആണ്. പിന്നെ എന്താണ്, അതിൽ ഡീപോളറൈസറായിട്ട് മാംഗനീസ് ഡയോക്സൈഡ്, അതിൻ്റെ കൂടെ കാർബൺ പൗഡറും. ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി എന്താണ്, ഇതിൻ്റെ മുകളിൽ ഒരു ഹോള്, ഇവിടെ ഒരു ഹോൾ ഇതിൻ്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ്, പോറസ് സ്പോട്ടിൻ്റെ മുകളിൽ ചെറിയൊരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ദ്വാരം. അതെന്തിനാണ്, ഇതിലുണ്ടാകുന്ന ഗ്യാസ് പുറത്തേക്ക് പോകാനും വേണ്ടി, കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഇതിലുണ്ടാകുന്ന ഗ്യാസ് നമ്മൾ പുറത്തേക്ക് പോകാനും വേണ്ടി ഒരു ചെറിയൊരു ഹോള് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അമോണിയം ക്ലോറൈഡ് സിങ്കുമായിട്ട് പ്രവർത്തിച്ചിട്ട് സിങ്ക് ക്ലോറൈഡായിട്ട് മാറും. പിന്നെ സിങ്ക് ക്ലോറൈഡ് അതുപോലെ തന്നെ അമോണിയം ഗ്യാസ് ഹൈഡ്രജൻ അയോൺ, ഇവിടെ ഈ നെഗറ്റീവ് പ്ലേറ്റ് ആയ സിങ്കും അതുപോലെ തന്നെ ഇതിൽ ഇലക്ട്രോലൈറ്റ് ആയ NH4Cl അമോണിയം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് അതെന്ത് ചെയ്യും, പിന്നെ സിങ്ക് ക്ലോറൈഡും അമോണിയം ഗ്യാസും ഹൈഡ്രജൻ അയോണുമായിട്ട് മാറും. ഇവിടെ നോക്കുക, സിങ്കും അമോണിയം ക്ലോറൈഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും, സിങ്ക് ക്ലോറൈഡും പിന്നെ എന്താണ് അമോണിയം ഗ്യാസും പിന്നെ ഹൈഡ്രജൻ അയോണും ആയിട്ട് മാറും. ഈ ഹൈഡ്രജൻ അയോൺ പാസസ് ത്രൂ ദി പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിലൂടെ കടന്നിട്ട് എന്ത് ചെയ്യും, ഈ പിന്നെ പോറസ് സ്പോട്ടിൻ്റെ ഉള്ളിലെത്തും. എന്നിട്ട് റിയാക്ട് വിത്ത് MnO2 എന്ന് പറഞ്ഞത് ഡീപോളറൈസറായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് വാട്ടറായിട്ട് മാറും, കൺവേർട്ട് ടു വാട്ടറായിട്ട് മാറും. ഇനി കെമിക്കൽ റിയാക്ഷൻ ഇൻസൈഡ് ദി പോറസ് സ്പോട്ടിൽ കെമിക്കൽ 2MnO2 പ്ലസ് H2 Mn2O3 മാംഗനീസ് പെറോക്സൈഡ് ആയിട്ട് മാറും, പ്ലസ് H2O വാട്ടറുമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇനി എന്താണ്, ഈ സെൽ പോളറൈസേഷൻ ഈസ് റിമൂവ്ഡ് ബട്ട് നോട്ട് കംപ്ലീറ്റ്. ഫുള്ളായിട്ട് പോളറൈസേഷൻ ഇത് റിമൂവ് ചെയ്യാൻ ഈ സെല്ലിന് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈഡ്രജൻ സ്വതന്ത്രമാക്കപ്പെടുന്ന ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്തിനേക്കാൾ, നമ്മുടെ ഡീപോളറൈസറിൻ്റെ ആക്ഷനേക്കാൾ കൂടുതലാണ്. ഹൈഡ്രജൻ്റെ അളവ് എന്താണ്, ഡീപോളറൈസറിൻ്റെ ആക്ഷനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യും, ഈ കാർബൺ റോഡിൻ്റെ ചുറ്റും അടിഞ്ഞുകൂടും. അതിന് നമ്മൾ എന്താ ചെയ്യുക, അതിനുള്ള മാർഗം, അതില്ലാതാക്കാനുള്ള മാർഗം, എ ലിറ്റിൽ റെസ്റ്റ് ഈസ് ഗിവൺ ടു ദ സെല്ല് വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം എന്ത് ചെയ്യുക, ഒരു റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് ബിക്കംസ് ഡീപോളറൈസ്ഡ്, അത് ഫുള്ളായിട്ട് ഡീപോളറൈസ് ചെയ്ത് പോവും. ആൻഡ് സെൽ റിട്ടേൺസ് ടു ഇറ്റ്സ് നോർമൽ കണ്ടീഷനിലേക്ക് സെല്ല് മാറുകയും ചെയ്യും. അപ്പോൾ എന്താണ്, ഇത് ഈ കുറേ നേരം വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഫുള്ളായിട്ട് ഇത് ഡീപോളറൈസ് ചെയ്ത് പോകാനുള്ള മാർഗം. പിന്നെ ഈ സെല്ലിൻ്റെ EMF 1.45 വോൾട്ടാണ്, 1.45 വോൾട്ടാണ്. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വാരീസ് ഫ്രം 1 to 5 ohm, 1 മുതൽ 5 ohm വരെയാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മാറുന്നത്. അപ്പോൾ
ഈ ലെക്ലാൻ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കാർബൺ സിങ്ക് സെല്ലിൻ്റെ ഫസ്റ്റ് എഡിഷനാണ്. ഇനി എന്താണ് ഈ സെല്ല് ഉപയോഗിക്കുന്നത് ഇൻ്റർമിറ്റൻറ്റ് കറണ്ട് ആസ് റിക്വയർഡ്, ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിലാണ്. എന്നാൽ ഇലക്ട്രിക് ബെല്ല്, ടെലിഫോൺ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിച്ച് വന്നിരുന്നത്. ഇനി അടുത്ത് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് വെരി ചീപ്പ്, വളരെ വില കുറവാണ്. പിന്നെ എന്താണ് ഓൺലി അമോണിയം ക്ലോറൈഡ് ഈസ് ടു ബി ചേഞ്ച് ഒക്കേഷനിൽ, അമോണിയം ക്ലോറൈഡ് മാത്രമേ ഇതിൽ മാറ്റം വരുന്നുള്ളൂ. മറ്റേ നമ്മൾ ഡാനിയൽ സെല്ല് പറഞ്ഞപ്പോൾ എന്താണ് അതിൽ രണ്ടും ഉണ്ടായിരുന്നു, എന്താണ് H2SO4 കോപ്പർ സൾഫേറ്റും, ഇത് രണ്ടും മാറ്റം വരുന്നുണ്ടായിരുന്നു. ഇവിടെ അമോണിയം ക്ലോറൈഡ് മാത്രമേ മാറ്റുള്ളൂ. അതുപോലെ തന്നെ ഓൺലി കൈൻഡ് ഓഫ് ഒരു സൊല്യൂഷൻ മാത്രം മതി ഇതിൽ, മറ്റേ H2SO4 കോപ്പർ സൾഫേറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ നിന്നാണ് അമോണിയം ക്ലോറൈഡ് മാത്രം മതി. അതുകൊണ്ട് തന്നെ ഇനി ഡിസ്അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് നോട്ട് പോർട്ടബിൾ, ഇത് പോർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടടക്കാൻ പറ്റിയ ഒരു സെല്ലായിരുന്നില്ല. ഇറ്റ് ഈസ് കനോട്ട് യൂസ് ഫോർ കോൺസ്റ്റൻറ്റ് ലോങ് സർവീസ്, കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് വേണ്ട സ്ഥലങ്ങളിൽ, കൂടുതൽ സമയം ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് ഡിസ്അഡ്വാൻറ്റേജ്. ഇനി അടുത്തതായിട്ട് ഡ്രൈ സെല്ലാണ്, കാർബൺ സിങ്ക് സെല്ല്. അതിലെന്താണ് ലെക്ലാൻ സെല്ലിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഡ്രൈ സെല്ല്. ഈ ഡ്രൈ സെല്ലാണ് നമ്മൾ ടോർച്ചിൽ അല്ലെ, പഴയ ടോർച്ചിൽ എന്താണ് റീചാർജ് ചെയ്യാൻ പറ്റാത്ത ബാറ്ററി ഉപയോഗിക്കുന്ന ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഡ്രൈ സെല്ലാണ്. എന്താണ് ഈ ഡ്രൈ സെല്ലിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ദി ഡേഞ്ചർ ഓഫ് സ്പില്ലിംഗ് ദ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ഫ്രം ദ ലെക്ലാൻസ് ടൈപ്പ്. ഈ ലെക്ലാൻസ് ടൈപ്പിൽ ഉപയോഗിക്കുന്നത് എന്താണ് അമോണിയം ക്ലോറൈഡ് ലിക്വിഡ് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അത് ഇതിൽ നിറക്കാൻ എന്താണ് ഡേഞ്ചറാണ്, അത് നിറക്കുക എന്ന് പറയുന്നത് ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ലെഡ് ടു ദി ഇൻവെൻഷൻ ഓഫ് അനദർ ക്ലാസ് ഓഫ് സെൽ കാൾഡ് ഡ്രൈ സെൽ. അപ്പോൾ എന്താണ് അങ്ങനത്തെ അല്ലാതെ ഇത് ഇങ്ങനെ എന്താണ് വെറ്റ് സെല്ലല്ലാതെ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് അല്ലാതെ ഉള്ളൊരു സെല്ല് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി ഉണ്ടായതാണ് ഇത് ഡ്രൈ സെല്ല്. അപ്പോൾ വെറ്റ് സെല്ലല്ല, ഇത് ഡ്രൈ സെല്ലാണ്. ഡ്രൈ സെല്ലിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു, പേസ്റ്റ് ആയിരിക്കും അല്ലേ, ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സെല്ലിൽ എന്താണ് സിങ്ക് കണ്ടെയ്നറാണ്, സിങ്കും കാർബൺ തന്നെയാണ്. സിങ്കാണ് നെഗറ്റീവ് പ്ലേറ്റ്, ഈ കണ്ടെയ്നറാണ് എന്ത് ചെയ്യുന്നത് സിങ്ക് കണ്ടെയ്നർ. ഈ കണ്ടെയ്നർ നമ്മൾ ബാറ്ററി പൊളിച്ചാൽ നമുക്ക് കാണാം സിങ്കിൻ്റെ ഒരു കണ്ടെയ്നറാണ് ഉണ്ടാവുക. ആ സിങ്ക് കണ്ടെയ്നറാണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് നമ്മൾ ആക്ട് ചെയ്യണത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സാധാ ബാറ്ററി പൊളിച്ചാൽ കാണാം, സെൻറ്ററിൽ എന്താണ് ഒരു കാർബൺ റോഡ് കാണാം, അതാണ് പോസിറ്റീവ് ഇലക്ട്രോഡ്. പിന്നെ ഇതിലുള്ള എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോലൈറ്റ് ആണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, എന്താണ് പേസ്റ്റ് രൂപത്തിലാണ്. മോയിസ്റ്റ് പേസ്റ്റ് മേഡപ്പ് ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് അടങ്ങിയ ഒരു അമോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ അടങ്ങിയ ഒരു പേസ്റ്റ് ആണ് ഇത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേര് സാൽ അമോണിയാക്ക് എന്ന് പറയും, സാൽ അമോണിയാക്ക് എന്നും അതിന് പേര് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് ഈ സാൽ അമോണിയാക്ക് അടങ്ങിയ എന്താണ് അമോണിയം ക്ലോറൈഡ് ആണ് ഇതിൽ അടങ്ങിയത്. അമോണിയം ക്ലോറൈഡ് അടങ്ങിയ ഒരു പേസ്റ്റാണ് ഇതിൽ എന്തായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡ് കാർബൺ, നെഗറ്റീവ് ഇലക്ട്രോഡ് സിങ്ക്, പിന്നെ ഇലക്ട്രോലൈറ്റ് സാൽ അമോണിയാക്ക് അല്ല, അതിൻ്റെ എന്താണ് അമോണിയം ക്ലോറൈഡ് അടങ്ങിയ ഒരു പേസ്റ്റ് അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ EMF, ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ലെക്ലാൻ സെല്ല് പോലെ തന്നെയാണ്. ഇതിൻ്റെ EMF ഓഫ് ദി സെല്ല് ഈസ് 1.5 വോൾട്ടാണ്. അപ്പോൾ സാധാ സെല്ല് വാങ്ങുമ്പോൾ എന്താണ് 1.5 വോൾട്ടാണ് ഉണ്ടാവുക. അപ്പോൾ 1.5 വോൾട്ടാണ് ഇതിൽ EMF. പിന്നെ എന്താണ് ഇതിൽ ഇൻക്ലൂഡ് AA, C ആൻഡ് D സെല്ല്. AA എന്ന് പറഞ്ഞാൽ പെൻ ടൈപ്പാണ്, നമ്മളെ ബാറ്ററി പെൻ ടൈപ്പ് ബാറ്ററിയാണ് AA ടൈപ്പ് എന്ന് പറഞ്ഞാൽ. C എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് ബാറ്ററിയാണ്. D എന്ന് പറഞ്ഞാൽ ലാർജ് എക്കണോമിക് സൈസ്, വലിയ സൈസ് ബാറ്ററിക്കാണ് D എന്ന് പറഞ്ഞാൽ. ഈ സൈസിലൊക്കെ നമുക്ക് ഡ്രൈ സെല്ല് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ 3 സെല്ലിനെ കുറിച്ച്, ഒന്ന് ഡാനിയൽ സെല്ല്, അത് അതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും പറഞ്ഞു. ലെക്ലാൻജ് സെല്ല്, ഡ്രൈ സെല്ല്, ഇത് രണ്ടും കാർബൺ സിങ്ക് സെല്ലാണ്. അപ്പോൾ ഡ്രൈ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പേസ്റ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഈ പ്രൈമറി സെല്ലാണ് ഡ്രൈ സെല്ല്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് പ്രൈമറി സെല്ലിലെ അവസാനത്തെയും ക്ലാസ്സാണ്. പ്രൈമറി സെല്ലിലെ അവസാനത്തെ ക്ലാസ്സാണ്. ഒരു 4 ടൈപ്പ് ബാക്കിയുള്ള സെല്ലുകളെ കൂടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ എല്ലാവരും ഇന്നത്തെ ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.